ഹലോ ഗായ്സ്, ഗുഡ് മോർണിംഗ്. സോ ഞാനിപ്പോൾ ഉള്ളത് ചോജ് വില്ലേജ്, ഹിമാചൽ പ്രദേശ്. അപ്പോൾ ഇന്നലെ നമ്മൾ ഇവിടെ സ്റ്റേ ചെയ്തത്. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് വൈകി എണീറ്റു, റൂമിൽ നിന്നൊക്കെ ചെക്കൗട്ട് ചെയ്തു, ലഗേജ് എല്ലാം അവിടെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ പോയി ഫുഡെല്ലാം കഴിച്ചിട്ട് കസോൾ മാർക്കറ്റിലൊന്ന് പോയി കറങ്ങണം. എന്നിട്ട് ഇനി ഇവിടെ നിൽക്കുന്നില്ല എന്നാണ് എൻ്റെ തീരുമാനം. ഹിമാചൽ അത്യാവശ്യം കണ്ടു, ഇനി അടുത്ത സ്ഥലത്ത് പോകാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പോൾ ആദ്യം പോയി ഫുഡ് കഴിച്ചിട്ട് ബാക്കി തീരുമാനിക്കുന്നതായിരിക്കും. വ്യൂ കണ്ടോ ഗൈസ്, നല്ല രസമില്ലേ സംഭവം. ഇതെന്താ വെച്ചിരിക്കുന്നത് വെച്ചാൽ സൺബേൺ അടിച്ച് നെറ്റി മൊത്തം, ഞാൻ പറഞ്ഞില്ലേ സ്നോന്ന് റിഫ്ലക്റ്റ് ചെയ്യുന്ന സൺലൈറ്റിന് കുറച്ച് ഡാമേജ് കൂടുതലാണ്. അപ്പം എനിക്ക് ഓൾറെഡി സെൻസിറ്റീവ് സ്കിൻ ആയതുകൊണ്ട് I had the sunburn issue. അപ്പോൾ അതുകൊണ്ടാണ് ഇതിട്ടിരിക്കുന്നത്. വേറെ ഷോളോ കാര്യങ്ങളൊന്നുമില്ല എൻ്റെ അടുത്ത്. അപ്പോൾ കഴിച്ചിട്ടാണ് ഫുഡ് കഴിച്ചു. നടന്ന് മാതി ഗൈസ്. അയ്യോ കാലൊക്കെ വേദന. ഇപ്പോൾ നമ്മൾ ബാഗൊക്കെ എടുത്തിട്ട് ഇനിയിപ്പോൾ കസോൾ മാർക്കറ്റ് ഒന്ന് കറങ്ങണം. അവിടെ പോയി 2-3 സാധനങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മേടിക്കണം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നതാണ് കസോൾ മാർക്കറ്റ്. അപ്പോൾ ഇവിടെ ഇങ്ങനത്തെ കടകളൊക്കെയാണ് കൂടുതലുള്ളത്. ഇങ്ങനത്തെ കടകൾ തന്നെയാണ് മൊത്തം ഉള്ളത്. ഇങ്ങനത്തെ സാധനങ്ങളും ബ്രേസ്ലെറ്റ്, മാല, കമ്മല്, ഇവിടുത്തെ കുറേ ഐറ്റംസ്, പിന്നെന്താ ജേർണൽസ്, അങ്ങനെ എല്ലാം കൂടെ ഉള്ളൊരു വെറൈറ്റി വൈബുള്ള ഷോപ്സാണ് ഇവിടെ മൊത്തം ഉള്ളത് ഗൈസ്. പിന്നെ കുറേ ഡ്രസ്സൊക്കെ ഉണ്ട്, കുറേ ഹിപ്പി സാധനങ്ങൾ. നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ഞാനാണെങ്കിൽ ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റും പിന്നെ 2-3 ഫ്ലാഗും മേടിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എന്തെങ്കിലും നല്ലതൊക്കെ നൈസായിട്ട് കാണുവാണെങ്കിൽ അതും കൂടെ മേടിക്കാം. ഗൈസ്, ഇവിടെ നമ്മൾ വിചാരിക്കുന്ന പോലെ നല്ല ഇവിടെ ബാർഗനിങ് ഒന്നും നടക്കില്ല. കസോൾ മാർക്കറ്റിൽ അത്യാവശ്യം എല്ലാം നല്ല ഫിക്സ്ഡ് പ്രൈസാണ്. ഇവിടെ അത്യാവശ്യം ഓർണമെൻറ്റ്സ്, മാല, വള, കമ്മൽ അതൊക്കെ വന്നിട്ട് 200, 300, 500 ഒക്കെ വരുന്നുണ്ട്. മേ ബി ഡിഫറെൻറ്റ് മെറ്റീരിയൽ കൊണ്ടൊക്കെ ആയിരിക്കാം, എന്നാലും ബാർഗനിങ് നടക്കില്ല ഇവിടെ. നമ്മൾ കുറേ ശ്രമിച്ചു, നടക്കുന്നില്ല. പോയിന്റ് എത്തുമ്പോഴാണ് നമ്മൾ കറക്റ്റ് കസോൾ മാർക്കറ്റിലെത്തുന്നത്. അതാണ് നേച്ചർ പാർക്ക് കസോൾ എന്ന് പറയും. ഇവിടെ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആണ് ഉള്ളത്. കൂടുതൽ ഹോട്ടൽസും പിന്നെ സെയിം വൈബിലുള്ള കഫേസ് ഉണ്ടോ, പിന്നെ ഇങ്ങനത്തെ സാധനങ്ങൾ വിൽക്കുന്ന കടകൾ. ഇതാണ് കസോൾ മാർക്കറ്റ് ഗൈസ്. അപ്പോൾ ഞാൻ ഒരു ഷോപ്പിൽ വന്നേ. ഇവിടെ ആണെങ്കിൽ എൻ്റെ ഫുൾ ഫേവറേറ്റ് കളറുള്ള ബ്രേസ്ലെറ്റ്സ് കുറേ എണ്ണം. അപ്പോൾ ഞാൻ അതിൽ 3 എണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്ക് സൈസ് ഏതാ നോക്കേണ്ടത്. ഐ ലൈക്ക് ദിസ് വൺ മോർ. കുറച്ചുകൂടി മീഡിയം സൈസ്ഡ് ആയിട്ട് തോന്നി. സോ മൈറ്റ് ബി ഐ ടേക്ക് ദിസ് ദെൻ. അല്ലേ, നല്ല രസമുണ്ട്, ഭയങ്കര ഇഷ്ടമായി എനിക്ക്. ഇന്നലെ ഞാൻ കയ്യിൽ പേരൊക്കെ എഴുതി കളിച്ചു. ഇവിടുത്തെ ഓർണമെൻറ്റ്സ് എല്ലാം കണ്ടോ, ഭയങ്കര വേറെ മൂടായില്ല, സീൻ സാധനങ്ങൾ. ഗായ്സ്, അപ്പോൾ നമ്മൾ 3 എണ്ണം വാങ്ങിച്ച്. വയലറ്റ് കളറിൻ്റെ ഭയങ്കര ഇഷ്ടമായി എനിക്ക് ഈ കളറും പിന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. ബ്രേസ്ലെറ്റാണ്, നല്ല രസമില്ലേ. ഇവിടുത്തെ ഒരു മ്യൂസിക്കിൻ്റെ ഒരു ഇതാട്ടോ, എന്തോ അങ്ങനെ ആക്കുന്നൊരു സാധനമാണ്. ലൈക്ക് സംതിങ് റിലേറ്റഡ് ടു മ്യൂസിക്. നല്ല രസമല്ലേ. നമ്മളതാ മുമ്പേറി പോകുന്ന വഴിയാണ്, ബസ്സിലാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ ഫൈനലി ഹിമാചലിൽ നിന്ന് ലീവ് ചെയ്യാണ്. കുറച്ച് വിഷമമൊക്കെ ഉണ്ട് പോകുന്നതിൽ, പക്ഷെ കുഴപ്പമില്ല. അത്യാവശ്യം കാണേണ്ടൊക്കെ കണ്ടു. ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് കുന്തറിൽ. അപ്പം നമ്മൾ
ഡൽഹിക്കുള്ള ബസ്സിലാണ്. ഇന്നിപ്പോൾ രാത്രി ഈ ബസ്സിലിരുന്നൊന്ന് ഉറങ്ങിയിട്ട് രാവിലെ ആകുമ്പോഴേക്കും നമ്മൾ ഡൽഹി എത്തും. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അങ്ങനെ നമ്മൾ ഹിമാചൽ പ്രദേശ് വിട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ നല്ല ടയേർഡ് ഉണ്ട്, അതുകൊണ്ട് ഉറങ്ങാൻ പോകുന്നു. ബൈ.